നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കെറി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നിരവധി സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൗതുകം നിറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടമഞ്ഞ് വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട്. ദൂരേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചെറുതായിട്ട് ഉദിച്ചു വരുന്നുണ്ട്. ഒരു 180 വ്യൂവിൽ ഉള്ള കടലെടുക്കും കടലുമാണ്. സൂപ്പർ സ്പോട്ട് ഇതുണ്ട്. അങ്ങനെ നമ്മൾ കില്ലാനി നാഷണൽ പാർക്കിലുള്ള ടോർക്ക് വാട്ടർഫോളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വാട്ടർഫോൾ. അപ്പോൾ അതിന് കയറാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാർക്കിംഗ് വണ്ടി കൊണ്ടിട്ടിട്ട് ഇവിടെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറാൻ പോവുകയാണ്. 3 മണിയായതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ലൈറ്റ് പോയി തുടങ്ങി. നമ്മൾ ഈ വന്നേക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസംബർ മാസമാണ്. അപ്പോൾ നമുക്ക് വേഗം മുകളിലേക്ക് കയറാം. കില്ലാനി നാഷണൽ പാർക്കിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഏകദേശം 10,000 ഹെക്ടർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കില്ലാനി നാഷണൽ പാർക്കിന് അകത്ത് വരുന്ന ഏകദേശം റോഡിൽ നിന്നും 200 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടോർക്ക് വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. വലിയ വാട്ടർഫോളൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ശകലം വെള്ളം കുറവാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന വെള്ളം നമ്മുടെ ആ വാട്ടർഫോളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റെഡ് ഡിയർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല തണുപ്പുള്ളൊരു ദിവസം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരയ്ക്കാൻ തുടങ്ങി. കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, പക്ഷേ ജാക്കറ്റ്സ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മളങ്ങനെ വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ശരിക്കും ഇത് ഹൈക്കിങ്ങിനൊക്കെ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് വാട്ടർഫോൾ കാണുക, പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വാട്ടർഫോളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാട്ടർഫോൾ. നമ്മളങ്ങനെ ഇതുപോലൊരു സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് പാർക്കിംഗ് വണ്ടിയൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, താഴേക്കുള്ള വ്യൂ കണ്ടോ, നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലം. ഈ താഴെ കാണുന്നത് നല്ലൊരു ലേക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റിംഗ് ഓഫ് കെറിയുടെ ഈ റൂട്ടിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആയതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഡിസംബർ മാസമാണ്. ഇന്ന് നല്ല കാലാവസ്ഥ വളരെ മോശമാണ്. മഴയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ആ സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ആ താഴെ വഴിയെല്ലാം വാഹനങ്ങൾ പോകുന്നുണ്ട്. അവിടെ എല്ലാം റോഡുകളുണ്ട്. ആ മലയുടെ ആ വഴിയെല്ലാം താഴെയായിട്ട് ഗംഭീരമായിട്ടൊരു ലേക്ക് കാണാൻ സാധിക്കും. ഉണ്ട്, ഇവരെല്ലാവരും ഇവിടെ നിന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നു. ആ കാണുന്ന അപ്പർ ലേക്കിൻ്റെ വ്യൂ, പർപ്പിൾ മൗണ്ടൈൻ്റെ വ്യൂവുമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു വൈനോക്കുളറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് €1 ഇതിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തോടെ കാണാൻ സാധിക്കും. ദൂരേക്ക് നടന്നു പോയിട്ടുള്ള സ്റ്റീവൻ തിരിച്ചു കയറി വരികയാണ്. എന്നാ മോനെ, നീ അത് പറഞ്ഞു ചെളിയാണോ? അങ്ങനെ നമ്മൾ റോഡിൽ നിന്നും ശരിയായിട്ടുള്ള വഴിയെ നടന്ന് നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ശരിയായിട്ടുള്ള വഴിയെ വന്നാൽ പറയണോ? നിന്റെ ഷൂവും കുളമായാലും വണ്ടി കയറ്റത്തില്ല കേട്ടോ. വണ്ടിയിൽ അല്ല വണ്ടി കയറ്റത്തില്ല. ഇല്ല. നമ്മളങ്ങനെ റിംഗ് ഓഫ് കെറിയിലെ പല കാഴ്ചകൾ കണ്ട് ചെറിയതും വലുതുമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നേരെ ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. 4 മണി ആകാറായി. ഇപ്പോൾ ഇവിടെ ഇരുട്ട് വീഴും, മഴയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മോൾസ് ക്യാപ്പിലെത്തിയിരിക്കുകയാണ്. മോൾസ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡിൻ്റെ ഈ പോർഷനും ഈ ഭാഗമാണ്. ഇതുണ്ട് മലയൊക്കെ ശരിക്കും ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 4:30 ആയപ്പോൾ തന്നെ ഉള്ളിരുട്ടി. കാലാവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് അവിടെയായിട്ട് ഒരാട് മേയുന്നുണ്ടോ, അവിടെ ആട് മേയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആടുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമുക്കൊരു സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങളിപ്പോൾ വന്ന സമയം അത്ര ശരിയല്ല. കാലാവസ്ഥ നമ്മളെ ചതിച്ചു കളഞ്ഞു. നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഈ മലയുടെ മണ്ടയിൽ ഒരാട് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു ഹോസ്റ്റലാണ് ഇവിടെ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ആണുങ്ങൾക്ക് ഇങ്ങനൊരു റൂമും 7 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളും വരും. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുമുള്ള 7 പേർക്ക് കിടക്കാൻ പറ്റുന്നത് ഒരു നല്ല
സ്ഥലമാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ് ചെയ്യാം. ഈ കെറിയിലുള്ള ഇതുപോലൊരു ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടുത്തെ ഹോസ്റ്റലാണ്, ഡ്രോമോഡ എന്ന് പറഞ്ഞ്. ഇങ്ങോട്ടൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. പാർക്കിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹാള് പോലെയാണ്. ഇതിൻ്റെ മുകളിലേക്കും ഉണ്ട്. ഇത് ഇവിടുത്തെ കിച്ചണാണ്. ഇത് ഇവിടുത്തെ ഒരു ലിവിങ് റൂമാണ്. കേട്ടോ, നല്ല ഒരുക്കി TV ഒക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കെറി ക്ലിപ്സ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ പോകുന്ന അത്യാവശ്യം നല്ലൊരു മലനിരകളൊക്കെ നടന്നിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ്. രാവിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല മഴയാണ്. മഴ പെയ്യുന്നുണ്ടായത് രാവിലെ. ഇപ്പോൾ ശകലം മഴയ്ക്ക് ശമനമുണ്ട്. കാലാവസ്ഥ കുറച്ച് മോശമാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് ഇഷ്ടപ്പെടും എന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കെറിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടപ്പോഴത്തേനും നമ്മൾ നിർത്തിയത്. കേട്ടോ, റോഡ് കിടക്കുന്നത് അങ്ങേ അറ്റത്തോട്ട് കിടക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കേട്ടോ, ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേനും ഒരുപാട് വീടുകളുണ്ട്. അടിപൊളി സ്ഥലം, സെറ്റപ്പ് ഒരു സ്ഥലമാണ്. ഗംഭീരമായിട്ടുള്ള സ്ഥലം. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി നിർത്താതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്താണ്. സൂപ്പർ സ്ഥലമാണ്, വണ്ടികളൊക്കെ പോകുന്നു. അടിപൊളി സ്ഥലം. നമ്മളിവിടെ വണ്ടി നിർത്തി എടുത്താണ്. ഗംഭീരമായിട്ടുള്ള ഒരു സെറ്റപ്പ് സ്പോട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം. അപ്പോൾ നമ്മളങ്ങനെ കെറി ക്ലിപ്സിലോട്ട് കയറാൻ പോവുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ കെറി ക്ലിപ്സിൻ്റെ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. ഇതുണ്ട്, അതിൻ്റെ സൈഡിലെല്ലാം വലിയ മലയാണ്. അപ്പോൾ നമ്മൾ ക്ലിഫ് ബോക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 5 യൂറോയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ശരിക്കും സമ്മറിലൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വരുമായിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വ്യൂവും ഈ സൈഡിലെ മലനിരകളൊക്കെ കാണാൻ വേണ്ടി. നമ്മൾ ശരിക്കും ഒരു മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. താഴെയായിട്ട് കടലിൻ്റെ ഉണ്ട്, കടലിടുക്ക് കാണാം, അതിൻ്റെ ക്ലിഫ് കാണാം. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 5 യൂറോ ആണ് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി. ഇത് ശരിക്കും ക്ലിഫ് ഇരിക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അത് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം 5 യൂറോയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുണ്ട്, മനോഹരമായിട്ടുള്ള വഴിയാണ്. ഇതുപോലുള്ള ഒരു കല്ലൊക്കെ ഇട്ട് വളരെ നേച്ചറിനോട് ചേർന്നിട്ടുള്ള ടാറിങ് ഒന്നുമല്ല, എന്നാൽ ചെളിയൊന്നുമില്ല, നോർമലായിട്ടുള്ളൊരു പാത അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരുപാട് വീടുകളും അവിടെ ഒരു ലേക്കും, ഈ ഭാഗത്തേക്ക് ഒരുപാട് മലനിരകളും, അതേ ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കാണാം. ഇതുകൊണ്ട് ഞാൻ കൈയ്യെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പെടുത്തിട്ട് കൈയൊക്കെ മരയ്ക്കാൻ തുടങ്ങി. അന്നേരത്തെ പിന്നെ ഗ്ലൗസൊക്കെ എടുത്തിട്ട് 2000 BC-യിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ബിഹായ് വില്ലേജിൻ്റെ മോഡലുകൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കേവാണ് പലതരത്തിലുള്ള. ഏകദേശം ഇതിൻ്റെ അകത്ത് 2 അടി ഉയരമൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള ഒരു 3 ഹട്ടുകൾ ഇവിടെ ഉണ്ട്. കണ്ടോ, അതിൻ്റെ ഒരു മോഡലുകളാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളിവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സ്പോട്ട്. കണ്ടോ, എന്താ ഭംഗിയെന്ന് നോക്കിയേ. ഇങ്ങനെയുള്ളൊരു റോഡിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റും മലനിരകൾ, കുറേ സ്ഥലങ്ങൾ, അതെല്ലാം ഒരു പർപ്പിൾ കളറ് മലനിരകൾ, ഏകദേശം ഒരു മഞ്ഞയോട് തോന്നിപ്പിക്കുന്ന സദൃശ്യമുള്ള സ്ഥലങ്ങൾ, പുൽമേടുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒക്കെയുള്ള സ്ഥലങ്ങളും വേലികളും ഭൂപ്രദേശങ്ങളും ഒക്കെ കാണുന്നുണ്ടോ. മലനിരകളിലേക്ക് മഞ്ഞ് പറന്ന് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കെറിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്തേക്ക് വരുമ്പോൾ 2 തരമാണ്. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. അവിടെയായിട്ട് ക്ലിപ്പിൻ്റെ പോക്കുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കും. ഇതിവിടെ ആയിട്ട് കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. കുറേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്.
അപ്പം ഇവർ ഓൾറെഡി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവരിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് ഗംഭീരമായിട്ടുള്ള എൻ്റെ അമ്മ ഇതെന്തുവാ? ഉയ്യോ പൊളി കേട്ടോ. ഉയ്യോ തന്നെ ക്ലിപ്പാ ഇത്. എന്നെ ഹൈറ്റ് അല്ലേ? സൂപ്പർ. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര വ്യൂ ആണോ? അത് ജോസഫേ ഇഷ്ടപ്പെട്ടോ? കേറി ക്ലിപ്സ് ഇങ്ങനെ എഴുതി സൂപ്പർ. പക്ഷെ ഇത് ഞെട്ടിച്ചു കൊമ്പ. ഇതുകൊണ്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്. അമ്മാതിരി വ്യൂ. ഇത് കണ്ടോ എന്താ ഭംഗി നോക്കിയേ. ഇതിൻ്റെ ഈ മലയിടുക്ക് കണ്ടോ ഭംഗിയുള്ള കാഴ്ച. കേട്ടോ ടോപ്പിലായിട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. കേട്ടോ ഇപ്പം ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലം. എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കയറി ക്ലിപ്സിലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഗംഭീര വ്യൂ. നിങ്ങൾ കയറി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുതാത്ത ഒരു സമയം. അത് ഏത് സമയത്ത് വന്നാലും ഈ ക്ലിപ്പിൽ വന്ന് നിങ്ങൾ നോക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ്. ഒരു 100 അടി അല്ല 100ന് മേളിലുണ്ട് കേട്ടോ. ഒരു 300 അടി ഉയരമെങ്കിലും ഉണ്ട്. അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ ഈ കടലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച സൂപ്പറാണ്. അതുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിന് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ക്യാമ്പർ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വിട്ട് ക്യാമ്പ് ചെയ്യാനൊക്കെ സാധിക്കും. ഗംഭീരമായിട്ടുള്ള സ്പോട്ട് കേട്ടോ. ഇത് കണ്ടോ പുൽമേടുകളും. ചിൽഡ്രൻ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് ബൈ അഡൽട്സ്. പിള്ളേരെ നമ്മൾ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ അവരോടി വല്ല അപകടങ്ങളും ഉണ്ടാകുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുണ്ട് ആ പുറകെ കാണുന്ന മലനിരകളിൽ നിന്ന് ഈ മഞ്ഞ് പറന്ന് കയറുന്ന കാഴ്ച കണ്ടോ. സൂപ്പറല്ലേ? അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സ്ഥലം അടിപൊളിയല്ലേ? ആര് കണ്ട മാതീസേ? ഇവരെല്ലാവരും ഈ അവകാശവാദം ഉന്നയിക്കുക. നമ്മളല്ലേ പറഞ്ഞത് നല്ല സ്ഥലം? നമ്മളല്ലേ പറഞ്ഞേ? ഇതെങ്ങോട്ടേ ഓടുന്നേ? ഞങ്ങൾ കെറിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടതിൽ ഇതാണ്. അല്ലേ മാതീസേ? എങ്ങനെ സെറ്റപ്പ് അല്ലേ? അടിപൊളിയാണ് കേട്ടോ. അതായത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അടിപൊളിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റി. നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. ടോപ്പിലെത്തി. ഈ സൈഡിലെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇതാണ്. അയ്യോ ഇതിനെ കുഴിയത്. നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് വന്നേക്കാണ്. നമ്മൾ നേരത്തെ പോയത് ആ വശത്തായിട്ടാണ്. നമ്മൾ നടന്ന് നേരെ ഓപ്പോസിറ്റുള്ള വശത്തേക്ക്. ഇതാണ് മനോഹരമായിട്ടുള്ള കാഴ്ച. കിഴക്കിൻ്റെ കാഴ്ചയിലേക്ക് നമ്മൾ കയറുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലം കേട്ടോ. എത്ര പറഞ്ഞാലും സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കെറിയിൽ വന്നിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. നമ്മൾ ഈ വാഗമണിലൊക്കെ എത്തിയിട്ട് ഈ താഴെ കൊക്കയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഈ റോഡൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ വാഗമണിൻ്റെ ഭാഗത്ത്. പക്ഷേ അതിന് താഴെ കടലാണുള്ള അവസ്ഥ തന്നെ. ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ നടന്ന് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. ഇവിടെയുള്ള കടലെടുക്കും കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഹെവി കാറ്റാണ്.
ഈ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സേഫ്റ്റിയുടെ ആവശ്യത്തിനാണ്. കുറച്ചുകൂടെ നമുക്ക് നടക്കാനായിട്ടൊക്കെയുള്ള ഒരു വ്യൂ കണ്ട്. ഇവരെ വന്ന് ഓൾറെഡി വെയിറ്റ് ചെയ്യാണ്. എനിക്കിവിടെ നിന്ന് കാറ്റടിച്ച് ജലദോഷം പിടിച്ചെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, കോടമഞ്ഞ് വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട്. ദൂരേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചെറുതായിട്ട് ഉദിച്ചു വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടുത്തെ കാലാവസ്ഥയുടെ കാഠിന്യ നിമിത്തം സൂര്യപ്രകാശമൊന്നും വരുന്നില്ല. ഇത് കണ്ടോ, 360 വ്യൂ ആണ് ഏകദേശം. അത്രയും വ്യൂവിൽ ഒരു 180 വ്യൂവിൽ ഉള്ള കടലെടുക്കും കടലുമാണ്. സൂപ്പർ സ്പോട്ട്. ഇതുണ്ട്. മഴ പെയ്ത് തുടങ്ങിയില്ല. എന്നാ ചെയ്യുന്നത്? പോയേക്കാം. എന്താ പ്ലാൻ? ഇനി എന്നാ പ്ലാൻ? ഇവിടുന്ന് പോവല്ലേ? ഗംഭീര സ്ഥലമല്ലേ? ഇവിടെയാണ്. സൂര്യൻ വീണ്ടും ഉദിക്കുകയാന്ന് തോന്നുന്നു. പക്ഷെ മഴ പെയ്യുന്നുണ്ട്, മഴ ചാറുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ക്ലൈംബ് ചെയ്യരുതെന്നൊക്കെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വാ, ഇങ്ങോട്ടൊക്കെ എത്തിക്കുമായിരുന്നേ അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ആരും അങ്ങനെ കയറത്തൊന്നുമില്ല കേട്ടോ. കടലെടുക്കുന്നുണ്ടോ? നല്ല വെട്ടം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഗംഭീരമായിട്ടുള്ള കെറി ക്ലിഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടിപൊളി വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുപിട്ടാം. അതുവരെയൊക്കെ എല്ലാവരും ഗുഡ് ബൈ. ഇതുണ്ട്, ഇവിടെ നമുക്ക് മോട്ടോർ ഹോംസൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ളതും ക്യാരവാൻസും ടെൻ്റൊക്കെ അടിച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടാണ്. ഓവർനൈറ്റ് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. കുറേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ